ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മസാല മക്രോണിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ മസാല മക്രോണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ നിറയെ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് ഇത്രയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം മക്രോണി ആവശ്യമുണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടട്ടെ. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മുടെ മക്രോണി എല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വെന്ത് കുഴഞ്ഞിട്ട് പോകല്ലേ, എങ്കിൽ പിന്നെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 80% മാത്രം ഒന്ന് വെന്തിട്ട് കിട്ടിയാൽ മതിയാവും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഓയിലാണ്. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഓയിൽ ചേർക്കുന്നതിനേക്കാളും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്റ്റിക്നെസ് ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ മാത്രം മതിയാവും. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി വെച്ച് അത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങിയാൽ ഇതിലേക്കിനി 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ചേർത്താൽ മതിയാവും. നമ്മളിതുപോലെ കുക്ക് ചെയ്യാനൊക്കെ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ മതിയാവും. അതൊന്ന് ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ 1 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്നും വഴറ്റിട്ട് പോവേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. ഈ ടൈമിലെല്ലാം ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ഈ മാക്രോണിയിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഈ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മസാലകളാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കണം. പിന്നെ നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ പേരിൽ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത്. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം പൊടിച്ചതാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്തേക്കണം. മസാലയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ അതിൻ്റെ പച്ച മണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ നമ്മുടെ ഇത്രയും വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി. ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് തയ്യാറാക്കാനായിട്ട് 2 മിനിറ്റ് കൂടി വേണ്ട. ചടപടേന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന മാക്രോണിയാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല മക്രോണി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ പുറത്തുനിന്നൊന്നും മസാല കൂട്ടി ഇതിന് വേണ്ടി പ്രത്യേകിച്ച് വാങ്ങുകയൊന്നുമില്ല. നല്ലൊരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ ഈ മസാല മക്രോണി തീരുന്ന വഴിയേ അറിയില്ല. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.